ചേട്ടന് വിജയനെ ഇഷ്ടമാണോ? കേരളത്തിൽ ഒത്തിരി ആരാധകരുണ്ടല്ലോ വിജയ്ക്ക്. വളരെ വളരെ ഞങ്ങളൊരു വലിയൊരു ഒരു എറണാകുളത്തൊരു ഒരു ഇതിൽ പൊതുവെ ഇതിൽ വിജയിൻ്റെ ഫാൻസിനെ കണ്ടിട്ട് കേരളത്തിലെല്ലാം ആൾക്കാർ ഞെട്ടിപ്പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. അത്രത്തോളം ഫാൻസുകളുള്ള അത്രത്തോളം ഒരു എന്താ പറയുക ഒരു ആരാധകരും അതെങ്ങനെ വിജയം നേടിയെന്നാ നോക്കുന്നത്? കാരണം തരട്ടെ, അതിനകത്ത് അവിടെ നമ്മുടെ ലാലേട്ടനുണ്ട്, മമ്മൂക്ക ഉണ്ട്. അല്ല ഞാൻ ഒരു സിനിമാ ഫീൽഡിനെ ഉദ്ദേശിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ബേസിലാണ് നമുക്കൊരാളടുത്ത് ഒരു ആറ്റിറ്റ്യൂഡ് സ്നേഹം അയാൾ എത്ര വലിയ ക്രൗഡ് ഉണ്ടെങ്കിലും അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവർ ബിഹേവ് ചെയ്യുന്നത് ആ താജ് ഹോട്ടലിന് മുമ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്ര ഒരു വ്യക്തികൾക്ക് അതിൻ്റെതായ സപ്പോർട്ട് കിട്ടും. ഇപ്പം തമിഴ്നാട്ടിൽ അദ്ദേഹം ഇപ്പോൾ നെക്സ്റ്റ് ടൈമിൽ അവർ മത്സരിക്കാൻ പോവുകയാണ്, തിരഞ്ഞെടുപ്പ് മീറ്റ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ മലയാളികളായിട്ടുള്ള ഒരു ഫാമിലി ലൈഫിലുള്ള ഒരു 80% ലേഡീസും വിജയിനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ കേരളത്തിൽ, അതായത് പർട്ടിക്കുലറായിട്ട് തമിഴ്നാട്ടിൽ ഒത്തിരി മലയാളീസ് ഉണ്ട്. ഈ മലയാളീസ് ഒക്കെ ഇവർക്ക് നമുക്ക് വിജയ്ക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 100% കാരണം വെച്ചാൽ നമ്മൾ മലയാളികൾ അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് അല്ലെങ്കിലും, അതായത് നടീനടന്മാരുടെ കാര്യത്തിൽ ഇൻവോൾവ് അല്ലെങ്കിലും, ഇപ്പം സുരേഷ് ഗോപി എന്ന നടൻ ഇപ്പം ഓൾറെഡി ഒരു BJPയുടെ ഫസ്റ്റ് ഒരു കാൻഡിഡേറ്റായിട്ട് അവർ മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്, MP ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡല്ല. പക്ഷേങ്കിൽ എന്നാലും വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ലൈഫിലൊരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം ഇപ്പോൾ ഒരു പബ്ലിക്കിനായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അത് അയാൾ എന്തൊക്കെ ചെയ്യും ആയിരിക്കും എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ഈ പബ്ലിക്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ശക്തമായി ബാധിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷേ കേരളത്തിൽ വിജയുടെ മൂവിക്കൊക്കെ ഒത്തിരി ഒരു ഫാൻ ബേസ് ഉണ്ട്. അതല്ലാതെ ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ട്. ഇനി വിജയ് അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തെ പല ഭാഗങ്ങളുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഞാൻ UAE വർക്ക് ചെയ്ത ആളാണ്. ഞാൻ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തതാണ്. UAE വിട്ട് പല രാജ്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ മൂവി കാണാൻ വേണ്ടി തിരക്കൂട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. രജനീകാന്തിൻ്റെ അതേ സംബോധന അദ്ദേഹം ഫോളോ ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. വളരെ താഴ്ന്നയിലാണ്, ആദ്യം വളരെ എളിമയോടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അയാളെ കണ്ടതല്ലേ ഞാൻ മനസ്സിലാക്കാൻ. ഞാൻ നേരിട്ട് കണ്ട ആളാണ്. ഞാൻ അടുത്തുനിന്ന് സംസാരിച്ചാണ്. ഞാനൊരു ക്യാമറാമാൻ ആയതുകൊണ്ട് ഞാനൊരു ന്യൂസ് ക്യാമറ ഞാൻ അടുത്ത് സംസാരിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എളിമ, ഒരു സ്നേഹം ജനങ്ങളടുത്ത് അദ്ദേഹം ഇങ്ങോട്ട് ഗിവൻ ടുഗദർ എന്ന് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. വിജയനെ കുറിച്ചാണ്. വിജയ് ഇപ്പം ഇനി അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അത് കേട്ടപ്പോൾ എന്നാ തോന്നിയ? വിഷമം തോന്നിയിരുന്നു. നല്ലൊരു ആക്ടറാണ്. ഞങ്ങള് കേരളത്തിലെവിടെയാ? കേരളത്തിലെ കോഴിക്കോട്. ആ കേരള എല്ലാം പിടിക്കും എല്ലാവർക്കും. ശരി. പിന്നെ ഇപ്പം വന്നിട്ട് ഈ പൊളിറ്റിക്കലിനകത്ത് എൻട്രി ആയല്ലേ, പിന്നെ പൊളിറ്റിക്കൽ മാത്രമല്ലേ, അതിനെ കുറിച്ച് എന്നാ വിചാരിക്കുന്നു? വിജയ്ക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്ന? വിജയ് എല്ലാ പാവങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാ ഓർക്കുന്നത്, വിജയ്ക്ക് ഇത്ര ആരാധകർ കേരളത്തിലുണ്ട്? ആക്ടിങ് തന്നെ. പൊളിറ്റിക്സ് കേരളത്തില് ഇതുവരെ ക്ലിക്ക് ആയില്ല. പക്ഷെ എനിക്കിവിടെ വിജയ് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് സാധിക്കുന്നു. അന്ന് ഒരു ഉറപ്പുണ്ടല്ലേ? ഉണ്ട്. സിനിമനകത്ത് അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലേ, അത് കേട്ടപ്പോ എന്നാ തോന്നി? അത് കേട്ടപ്പോ വിഷമം തോന്നി. കാരണം സിനിമ പോയല്ലോ. പിന്നെ ഇതിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും നല്ലത് ചെയ്യും തോന്നുന്നു. നോക്കാം. ഞാൻ നോക്കട്ടെ, അവിടെ മമ്മൂക്ക ഉണ്ട്, ലാലേട്ടനുണ്ട്. എന്നാലും അവിടെ വിജയിന് അത്ര ആരാധകരുണ്ടല്ലേ? ഉണ്ട്. കാരണം എന്തുവായിരിക്കും? കാരണം പുള്ളിയുടെ ഒരു അഭിനയ ശൈലി, പിന്നെ എല്ലാവർക്കും സൈലന്റ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഒരുപാട് ഫാൻസ് ഉണ്ട്. ഞാനൊക്കെ വിജയുടെ ഫാൻസ് അല്ലേ? ഇപ്പം ഇത് ഇനി സിനിമ അഭിനയിക്കത്തില്ല, എന്നാലും പൊളിറ്റിക്കലിനകത്ത് ചിലരൊക്കെ പറയുന്നുണ്ട് കേരളത്തിൽ കണ്ടിട്ട്, കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിജയ് തീർച്ചയായിട്ടും വിജയിന് വോട്ട് കിട്ടുന്നു. അത് സത്യമാണ്. അങ്ങനെയല്ല. കാരണം അവിടെ കോൺഗ്രസ്, ഇവിടുത്തെ DMK ഇതുപോലെ അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആണല്ലോ. പക്ഷെ അവിടെ വരാൻ ചാൻസ് കുറവാ. പക്ഷെ ഒന്നിന് വോട്ട് കിട്ടുമായിരിക്കും. ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ വന്നിട്ട് കിട്ടിയല്ലോ, അതുപോലെ 1-2 സീറ്റോ കിട്ടുമായിരിക്കും. അല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടില്ല. ഇവിടെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. കേരളത്തിലെവിടെയാ? ഞങ്ങൾ മൂന്നാർ.